മറ്റൊരു മഴക്കാലം എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പൊന്നാനിയിലെ കടൽ ഭിത്തി നിർമ്മാണം അത് ഭാഗികമാണ്. ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള ചെല്ലാനം മോഡൽ കടൽ ഭിത്തി നിർമ്മാണം ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. പൊന്നാനി നഗരസഭാ പരിധിയിലും വെളിയങ്കോട് പെരുമ്പടപ്പ് പഞ്ചായത്ത് പരിധിയിലും കരിങ്കൽ കൊണ്ടുള്ള കടൽ ഭിത്തി നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഈ മഴക്കാലത്തിന് മുൻപ് നിർമ്മാണം പൂർത്തിയാകില്ല എന്ന ആശങ്ക ഈ നടപടിക്രമങ്ങൾ ചുവപ്പുനാടയിൽ കുടുങ്ങുന്നതിന്റെ ആദ്യമൊക്കെ പങ്കുവെക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാർ. ഞാൻ നിൽക്കുന്നത് പൊന്നാനിയിലാണ്. എല്ലാ വർഷവും മഴക്കാലം വരുമ്പോൾ പൊന്നാനിയിൽ തീരദേശം കടലെടുക്കുന്നതും കടൽക്ഷോഭത്തിൽ ഈ നാട്ടുകാർ വലയുന്നതുമൊക്കെ നമ്മൾ വാർത്തയാക്കാറുള്ളതാണ്. കടൽഭിത്തിയുടെ കുറവാണ് എല്ലാ തവണയും ഇവിടെ പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നത്. കഴിഞ്ഞ തവണ ഈ കടൽഭിത്തിക്ക് ശാശ്വതമായ ഒരു പരിഹാരം നൽകുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. മഴക്കാലം എത്തുന്നതിന് മുൻപ് എത്രത്തോളമായി ഇവിടുത്തെ മുന്നൊരുക്കങ്ങൾ എന്നതുകൂടി പരിശോധിക്കുകയാണ് നമ്മൾ. 11 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ തീരദേശ മേഖലയുള്ളത്. അത്രയും ദൂരം കടൽക്ഷോഭം ഉണ്ടാകുന്ന സ്ഥലമാണ്. പക്ഷേ ഏകദേശം 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് കടൽഭിത്തി നിർമ്മിക്കാനുള്ള ഫണ്ട് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ചെല്ലാനം മോഡൽ ടെട്രാപോഡ് കൊണ്ട് കടൽഭിത്തി നിർമ്മിക്കും എന്ന പ്രഖ്യാപനം വന്നിരുന്നു. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും നടന്നു. പക്ഷേ അതൊന്നും പ്രായോഗിക തലത്തിൽ നടപ്പായിട്ടില്ല. നമ്മളിപ്പോൾ ഈ നാട്ടുകാർ തന്നെ ചേരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇടത്ത് ഹിലർപ്പള്ളി എന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഈ മേഖലയിൽ ഇവിടെ കടൽഭിത്തിയുടെ നിർമ്മാണം അവസാനിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി കടൽഭിത്തിയില്ല. അപ്പോൾ കടൽ ഇവിടേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാ വർഷവും കടൽ ക്ഷോഭം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇതുവരെയുള്ള ഈ ഒരു കടൽഭിത്തി നിർമ്മാണം എത്രമാത്രം ശാസ്ത്രീയമാണ്? ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് കരുതുന്നുണ്ടോ? ഇവിടെ ഇതിനൊരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. കാരണം ഇതിനൊരു പരിഹാരം ആവുകയാണെങ്കിൽ പൊന്നാനി അയ്യോ തൊട്ടിട്ട് പുതുപൊന്നാനി അയ്യോ വരെയെങ്കിലും ശാശ്വതമായിട്ട് കടൽഭിത്തി കെട്ടന്നെ വേണം. പൊന്നാനി അല്ലെങ്കിൽ പൊന്നാനി കാപ്പിരിക്കാട് വരെ നമ്മളെ ജില്ലയുടെ അതിർത്തിയാണ്. അത് കാപ്പിരിക്കാട് വരെയെങ്കിലും ശാശ്വതമായിട്ട് കടൽഭിത്തി കെട്ടണം എന്ന് പറഞ്ഞു. കാരണം മാത്രം മത്സ്യത്തൊഴിലാളികളാണ് ഈ മേഖലയിൽ താമസിക്കുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പുറമ്പോക്കിലൊന്നുമല്ല അവർ ജീവിക്കുന്നത്. സർക്കാരിന്റെ നികുതി അടക്കുന്ന ഭൂമിയിലാണ് ഇവരൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ താമസിക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ 27 സെന്റ് ഭൂമിയും വീടുമാണ്. ഏകദേശം അതിൽ 10-15 സെന്റ് സ്ഥലം കടലിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതിലെടുത്ത് പോയി. ഇനിയുള്ള ഇതിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പുനർഗേഹം പദ്ധതിയിൽ 10 ലക്ഷം റുപ്യ സർക്കാർ തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ഭൂമിയിലൊന്നും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കുന്നില്ല. ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച തന്നെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ 10 കോടി റുപ്യ വകയിരുത്തി. ഈ 10 കോടി റുപ്യ വകയിരുത്തിയതിൽ പൊന്നാനി നഗരസഭയ്ക്ക് ഇറിഗേഷൻ വകുപ്പ് കൊടുത്തിരിക്കുന്നത് വെറും 600 മീറ്ററാണ്. നിങ്ങളിപ്പോൾ കണ്ടതല്ലേ, ദൃശ്യങ്ങളിലൊക്കെ കാണുന്നതാണല്ലോ. ഈ 600 മീറ്റർ അല്ലല്ലോ ഇവിടെ ഉള്ളത്. ഈ ഇപ്പോൾ 65 ലക്ഷം റുപ്യക്കാണ് കഴിഞ്ഞ മറ്റേ മൺസൂൺ കാലത്ത് ഇവിടെ സന്ദർശിച്ച സബ് കളക്ടർ വന്നപ്പോൾ ഇവിടെ ഉള്ള പ്രദേശവാസികൾ മൊത്തത്തിൽ തടഞ്ഞതിന്റെ പേരിലാണ് ഒരു 218 മീറ്ററാണ് അവരന്ന് ചെയ്തത്. 65 ലക്ഷം റുപ്യ വകയിരുത്തിയിട്ട്. എന്താണ് ഈ കാണുന്നത്? ആ 65 ലക്ഷം റുപ്യ കടലിലേക്ക് കൊണ്ടിട്ടതാണ്. നിങ്ങൾ കാണുന്നല്ലോ, ദൃശ്യങ്ങളിൽ കാണാമല്ലോ. ഇനി വരുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ കടൽക്ഷോഭത്തിൽ ഉള്ള കുറച്ച് വീടുകളും കൂടി ഉണ്ട് ഈ തീരദേശത്ത്. അവരും കൂടി ഇവിടെ നിന്ന് തീരദേശത്ത് മുഴുവനായിട്ടും കടൽഭിത്തി കെട്ടിയിട്ടില്ല. കെട്ടിയത് അശാസ്ത്രീയമായിട്ടാണ്. അശാസ്ത്രീയമായിട്ടാണ് ഇവിടെ കടൽഭിത്തി കെട്ടിയിട്ടുള്ളത്. ഇത് എന്ന് പറഞ്ഞാല് ഈ ഇറിഗേഷനിലെ ഉദ്യോഗസ്ഥന്മാരും ഇത് കോണ്ടാക്ട് എടുക്കുന്നവരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട്. അതായത് ഫുൾ വർക്കിനുള്ള ഫണ്ട് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നില്ല. അത് ഇപ്പോൾ 65 ലക്ഷം റുപ്യന്റെ വർക്കാണ് ഇപ്പോൾ 212 മീറ്റർ. ഞങ്ങൾ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാം ഈ 65 ലക്ഷം റുപ്യന്റെ വർക്കല്ല. അതായത് 65 ലക്ഷം റുപ്യ കറക്റ്റ് ആയിട്ട് ഇവിടെ വിനിയോഗിച്ചിട്ടില്ല. അത് നമുക്ക് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവും. ഒക്കെ പോവും. അതായത് ജൂൺ ജൂലൈ മാസം അടുത്ത കടൽക്ഷോഭത്തിൽ ഈ കല്ലുകളെല്ലാം പോവും. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് ഈ തീരദേശ റോഡ് ഇത് പോയി. ഇവിടെ നിന്ന് അങ്ങോട്ട് സഞ്ചാരയോഗ്യമല്ല ഇപ്പോൾ ഈ റോഡ്. കടലെടുത്തതാണ്. അതെന്നാണ് കാര്യം. കല്ലിട്ടാണ് 65 ലക്ഷം റുപ്യ കല്ലിട്ടാണ് കാണാം. അതെല്ലാം താങ്ങും. വെള്ളം ഇനി പഠിച്ചാൽ വെള്ളം കയറിൽ കൊടുക്കും. അതന്നെ ഉണ്ടാവില്ല. ഈ ചെല്ലാനം മോഡൽ നിർമ്മാണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനം നടന്നു നിൽക്കുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് അറിയാൻ പറ്റിയത്? അവര് വന്നിരുന്നു, ഇവിടെ വന്നിട്ട് നോക്കിയിരുന്നു, ഇവിടെ വന്നിട്ട് പറഞ്ഞിരുന്നു പിന്നെ ഇത് വിറ്റ് ഇവിടെ ഉണ്ടാകുന്ന. പക്ഷെ പറിച്ചില്ല ഇവിടെ ഒന്നും കാണണമെന്നില്ല. അവര് വന്നിട്ട് പരിശോധിച്ചു. ഈ മഴക്കാലത്ത് എങ്ങനെയായിരിക്കും? മഴക്കാലത്ത് എന്താ പഴയതുമാതിരി തന്നെ വീണ്ടും കടൽ കയറും. വീണ്ടും ജനങ്ങളെല്ലാം വീണ്ടും ദുരിതത്തിലാവും. വീണ്ടും അവര് ദുരിതാശ്വാസ ക്യാമ്പ് അങ്ങനെയുള്ള ക്യാമ്പിലേക്കൊക്കെ അവര് മാറും. ഇതൊക്കെ തന്നെയാണ് വീണ്ടും പ്രശ്നങ്ങൾ ഇവിടെ ഇനിയും സംഭവിക്കാൻ പോകുന്നത്. വേറെ പ്രത്യേകിച്ചായിട്ട് ഇവിടെ ഒന്നും വരാൻ പോകുന്നില്ല. വീണ്ടും ജനങ്ങൾ ബുദ്ധിമുട്ടും. അത്ര തന്നെ. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം അടുത്ത കടൽ കയറുമ്പത്തിന് കാണണം. അത്ര തന്നെ ഈ നാട്ടുകാരെ എല്ലാവരും പറയാനുള്ളത്. നഗരസഭ ഒന്നും ഈ വിഷയത്തിൽ ക്രിയാത്മകമായിട്ട് ഇടപെടുന്നില്ല. ഇതിന്റെ തൊട്ടടുത്ത വാർഡാണ് നഗരസഭാ ചെയർമാന്റെ വാർഡ്.
അദ്ദേഹം കഴിഞ്ഞ മറ്റേ കടൽക്ഷോഭ നടക്കുന്ന കാലത്ത് ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ട് വരില്ല. ഈ സബ് കളക്ടറെ തടഞ്ഞന്ന് അദ്ദേഹം വണ്ടി തിരിച്ചു കണ്ട് ഇവിടുന്ന് ഓടിയതാണ്. കാരണം അത്രയും സിറ്റുവേഷൻ വളരെ ഗുരുതരമായിട്ടാണ് ഉള്ളത്. പൊന്നാനി മണ്ഡലത്തിലേക്ക് കോടിക്കണക്കിന് ഉറുപ്പിക സർക്കാർ വകയിരുത്തിയിട്ട് ഇവിടുത്തെ MLA വകയിരുത്തുന്നത്. ഇപ്പൊ കണ്ട ചങ്ങരകുളം മോഡലിലാണ് ചങ്ങരകുളത്ത് ടൗണൊക്കെ എത്രയോ ലക്ഷം ഉറുപ്പിക കൊടുത്തിട്ടാണ്, കോടികൾ കൊടുത്തിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാണ്. ഈ തീരദേശത്തിനെ ഈ ഗവൺമെന്റ്, ഈ പൊന്നാനി MLA വളരെയധികം അവഗണിക്കുകയാണ്. ഇവിടെ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് ഈ തീരദേശത്തുള്ള ജനങ്ങളെ ഈ ഗവൺമെന്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ അടിയന്തരമായിട്ട് ഇപ്പോൾ മഴക്കാലത്തിന് മുൻപ് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കുള്ളൂ. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ സാധ്യമായിട്ടുള്ളത്? തീർച്ചയായിട്ടും സർക്കാർ പോയി ഈ മറ്റേ ചെല്ലാനം മോഡലുള്ള വർക്കുകൾ പൊന്നാനി മണ്ഡലത്തിൽ ചെയ്യണം. അതിനിപ്പോൾ ഭരണവശത്തുള്ള MLA മുൻകൈ എടുക്കണം. അദ്ദേഹം വിചാരിച്ചാൽ നടക്കുമല്ലോ കാര്യങ്ങൾ. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സ്പീക്കർ ഉണ്ടാവുന്ന ടൈമിൽ കോടിക്കണക്കിന് ഉറുപ്പിയാണ് ഓരോ ബഡ്ജറ്റിൽ ഈ തീരദേശത്തിന് വേണ്ടിയിട്ട് വകയിരുത്തിയിരുന്നത്. ആ ഫണ്ടുകളെല്ലാം എവിടെ പോയി എന്നുള്ളൊരു ഇതില്ല. തീരദേശത്തുള്ള ജനങ്ങളെ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് ഈ ഗവൺമെന്റും പൊന്നാനി MLA കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാണെങ്കിലും വളരെ ഗുരുതരമായ ആക്ഷേപം തന്നെയാണ്. അങ്ങനെയൊക്കെ എന്താ പറയുക? കൊല്ലങ്ങൾ കഴിയും തോറും ഉള്ള സ്ഥലം നഷ്ടപ്പെടുകയെന്നുള്ള ആളുകളും ചത്തൊടുങ്ങുകയാണ്. അതൊന്നും ആരും അതിനെപ്പറ്റി ഒരു ഉദ്യോഗസ്ഥന്മാരും ഒരു മന്ത്രി MLA ആരും ശ്രദ്ധിക്കുന്നില്ല. കയറിക്കൊണ്ടിരിക്കുക. എത്ര ഏക്കർ സ്ഥലങ്ങൾ പോയി. ഇനി ഇത് പോയിക്കൊണ്ടിരിക്കുക പൊന്നാനി നാടേ ഇല്ലാതാവും. അത്തരത്തിൽ ഒഴിവാക്കാൻ ഇവിടുത്തെ MLA ഇത് പ്രവർത്തിക്കുന്നില്ല. വലിയ ആശങ്ക തന്നെയാണ് ഇവർ പങ്കുവച്ചിട്ടുള്ളത്. കാരണം ഓരോ മഴക്കാലത്തും ഇവർ അനുഭവിക്കുന്ന ദുരിതം അത്രമാത്രം വലുതാണ്. നമ്മൾ എല്ലാ വർഷവും അത് നേരിട്ട് കാണുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മഴക്കാലത്തിന് മുൻപെങ്കിലും ഈ പ്രവർത്തനങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം എന്നൊരാവശ്യം ഇവർ ഉന്നയിക്കുന്നത്. സർക്കാർ അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. തൃശൂർ